എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും കോവിഡ് കാലത്ത് കഴിക്കാൻ പറ്റുന്നതുമായ ഒരു അച്ചാറാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് നമ്മുടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ട് ഞാനിവിടെ 30 ചെറിയ നാരങ്ങ ഓരോന്നും 4ആയി കട്ട് ചെയ്ത് അതിൽ വൈറ്റ് പാർട്ടും സീഡും ഒഴിവാക്കുന്നുണ്ട്. പാൻ ചൂടാക്കി അതിലേക്ക് 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, 1 ടേബിൾ സ്പൂൺ കടുക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 ഹോൾ ഇന്ത്യൻ വെളുത്തുള്ളി അരിഞ്ഞത്, ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 4 ഡ്രൈ ചില്ലിയും 100 ഗ്രാം കാന്താരി മുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളകൊക്കെ ഒന്ന് ചെറുതായി വാടിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും നമ്മൾക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നാരങ്ങാ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറിൻ്റെ ഗുണത്തിനും കാഴ്ചയ്ക്ക് നല്ലത് പഴുത്ത നാരങ്ങ ഉപയോഗിക്കുന്നതാണ്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് 4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അച്ചാർ കേടാകാതെ ഇരിക്കാൻ ഡ്രൈ കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കുക. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അച്ചാറൊക്കെ ഏകദേശം നല്ല പരുവായിട്ടുണ്ട്. ഇപ്പോൾ അച്ചാറിന് കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത സമയത്ത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഈ വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.